ഈ കരിയർ എന്നുള്ളത് നമുക്ക് ഈ പ്ലസ് ടുവിന് ശേഷമുള്ള ഒരു ഡിഗ്രി പഠനത്തിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന കരിയറിലോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കാൻ എങ്ങനെയായിരിക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നത്? റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പൈസ മുടക്കിയ ഒരു കോഴ്സിന് വേണ്ടി പൈസ മുടക്കിയാൽ അതിൻ്റെ റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിൽ അതുകൂടെ വളരെ കാര്യമായിട്ട് ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കേണ്ട വലിയ ഫീസ് സ്ട്രക്ചറുകളാണ് ഒരു കോഴ്സിന് കാണുന്നത്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി വേണം ഇതൊരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. ഒരു 17-18 വയസ്സിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സ്കിൽ എന്താണ് എന്നുള്ളത് ഒരു വിദ്യാർത്ഥിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ? അപ്പോൾ നമുക്ക് ഈ അഭിരുചിയുള്ള ഒരു മേഖലയിൽ നമ്മൾ പാഷനേറ്റൂടെ ആണെങ്കിൽ അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എത്ര സുന്ദരമായിരിക്കും. ഒരിക്കലും ഒരു റിസ്ക് എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മടുപ്പോ ഒന്നും ഒരിക്കലും ഫീൽ ചെയ്യാൻ. ചെറുപ്പക്കാരുടെ ഇടയിൽ ആദ്യം എപ്പോഴും അവർ AI-ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും ഗൂഗിൾ വഴിയും ഒക്കെ ആയിരിക്കും അവർ കോഴ്സുകളെയും കോളേജുകളെയും ഒക്കെ അനലൈസ് ചെയ്യുന്നുള്ള സാർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം AI, ഡാറ്റ സയൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ, എയറോസ്പേസ്, അങ്ങനെ ഇവർക്ക് വളരെ അട്രാക്റ്റ് തോന്നുന്ന കുറേ മേഖലകളുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ തന്നെ അത് അത്ര അട്രാക്റ്റീവ് ആണോ? കരിയറിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ ഒരു തലമുറയിൽ ജോബ് എന്നൊരു വാക്കാണ് നമ്മൾ ജോലി കിട്ടുക എന്നുള്ളത്. പിന്നീടാണ് അതിൽ നിന്ന് കരിയറിലേക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. ഇപ്പോൾ അതും മാറി വർക്ക് ലൈഫ് എന്നായി. നമുക്കിഷ്ടമുള്ള ഒരു മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ പാഷനായിട്ടുള്ള ഒരു മേഖലയിൽ ജോലി എടുത്തെങ്കിലേ നമുക്ക് മടുപ്പില്ലാതിരിക്കൂ. അപ്പോൾ ആ മേഖല തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കുട്ടിയുമായിട്ടൊരു തീർച്ചയായിട്ടും ഒരു ചർച്ച ഉണ്ടാവണം. ഒരു തുറന്ന ചർച്ച കുടുംബത്തിൽ ഉണ്ടാവണം. ഞാൻ കുട്ടികളെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് സാധാരണ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് നമ്മളൊരു കരിയർ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ചിലർ പറയും ലോങ് ടൈം, അപ്പോൾ ഒരു 6 to 8 years ഒക്കെ മതി സാറേ, ആ രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് അവരോട് പറയാം. ചിലർ പറയും എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, ഞാൻ ഈ ഫസ്റ്റ് ഡിഗ്രി മാത്രമേ ചെയ്യുള്ളൂ, അത് കഴിയുമ്പം തന്നെ എനിക്ക് എവിടെയെങ്കിലും പ്ലേസിലാണ് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം എനിക്ക്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം കുട്ടികൾ പറയാറുണ്ട്. നമ്മളിപ്പം ഇത് AI യുഗത്തിൽ ആയതുകൊണ്ട് എല്ലാ സമസ്ത മേഖലയിലും മാറ്റങ്ങളുണ്ട്. അത് മെഡിക്കൽ മേഖലയിലും നല്ല രീതിയിലുണ്ട്. കാരണം ഹെൽത്ത് കെയർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ്. ഇപ്പോൾ ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റി അത് എൻജിനീയേഴ്സിലാണെങ്കിലും എൻജിനീയേഴ്സിനും ഏറ്റവും കൂടുതൽ നമ്മൾ IIT-കളിൽ നിന്ന് ഒക്കെ പാസ് ഔട്ടാകുന്ന കുട്ടികൾക്ക് കൂടുതലും ഹെൽത്ത് കെയറിലും അതുപോലെ കൺസൾട്ടിങ് മേഖലയിലും ഫിൻടെക്കിലും ഒക്കെയാണ് ജോബ് റോൾസ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ വളരെ പ്രാധാന്യമുള്ള മേഖലയാണ്, വളരെ ബ്രോഡാണ്. നല്ല സ്ഥാപനങ്ങളിൽ, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിലും അവിടെയെല്ലാം ഒരു പ്രവേശന പരീക്ഷ നിർബന്ധമായിട്ടും കുട്ടികൾ പാസ്സാകേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും മാർക്കിൻ്റെ പ്രാധാന്യം കുറഞ്ഞു കഴിഞ്ഞു. അവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50 അല്ലെങ്കിൽ 60%. ഒരു പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മളൊരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യുക, അതിനോടുകൂടി ആഡോണായിട്ട് ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റി ആണ് കുട്ടിക്ക് ഇഷ്ടമെങ്കിൽ BCA ചെയ്തിട്ട് ആഡോണായിട്ട് ഇതിൻ്റെ സൈബർ സെക്യൂരിറ്റി ഡിപ്ലോമ ചെയ്യാം. നല്ല ഇപ്പം മൈക്രോസോഫ്റ്റ് പോലെയുള്ള സിസ്കോ പോലെയുള്ള കമ്പനി അവർ ഈ ഇപ്പോൾ എത്തിക്കൽ ഹാക്കി അത് കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം ആണെങ്കിൽ ആ രീതിയിൽ ചെയ്ത് പോകാം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ സ്കിൽ റിപ്പോർട്ട് 2025 ഫ്യൂച്ചർ സ്കിൽസ് നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അനലിറ്റിക്കൽ തിങ്കിങ് ആണ്. രണ്ടാമത് റെസീലിയൻസ് ആൻഡ് അജിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. ലീഡർഷിപ്പ്, എമ്പതി, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള കുറേ 4-5 മേഖലകൾക്ക് ശേഷം മാത്രം 6ാമതാണ് എനിക്ക് തോന്നുന്നത്. 6ാമതാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ സ്കില്ല് പറഞ്ഞിരിക്കുന്നത്. 10ാമതോ 11ാമതോ ആണ് AI. പ്ലസ് ടുവിന് ശേഷം ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടാനായിട്ട് ഒരു വർഷം മാറ്റി വെക്കുന്നതിനെ കുറിച്ച് സാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? നമസ്കാരം. ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം ഏതൊരു വിദ്യാർത്ഥിയുടെയും രക്ഷകർത്താവിൻ്റെയും മനസ്സിൽ
ഏറെ ആകുലതകളുള്ള ഒരു കാലഘട്ടം. പ്ലസ് ടുവിന് ശേഷമുള്ള എല്ലാ സാധ്യതകളും, കോളേജുകളും കോഴ്സുകളും ഉപരിപഠന സാധ്യതകളുമൊക്കെയായി ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് നമ്മളോട് സംസാരിക്കുന്നത് ജോബി സെബാസ്റ്റ്യൻ സാർ. സാർ, സ്വാഗതം. നമസ്കാരം. ഈ മേഖലയിൽ ഏറെ പരിചയമുണ്ടെന്ന് ഭാവിക്കുന്ന നമ്മൾ പോലും നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു കൂടുതൽ ചിന്താക്കുഴപ്പത്തിലേക്ക് പോയേക്കാം. പ്ലസ് ടുവിന് ശേഷം നമുക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണോ കോളേജുകളും കോഴ്സുകളും തിരഞ്ഞെടുക്കേണ്ടത്, അതോ അഭിരുചിയുടെ കാര്യത്തിലാണോ? എങ്ങനെ എൻ്റെ മകൻ്റെ അല്ലെ മകളുടെ അഭിരുചി കണ്ടെത്താം? ഒരു വിദ്യാർത്ഥിക്കാണെങ്കിലും രക്ഷകർത്താവാണെങ്കിലും ഏറെ ചോദിക്കുന്ന ചോദ്യവുമാണ് നമ്മളോട്. എന്തായിരിക്കും സാറ് കൊടുക്കുന്ന ഉത്തരം? നമുക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്കൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അഭികാമ്യമല്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ ഇന്നലെ വരെ അങ്ങനെ ആയ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പരീക്ഷാ സമ്പ്രദായവും നമ്മുടെ ഒരു മൂല്യനിർണ്ണയ രീതിയുമൊക്കെ കുട്ടികളുടെ ഓർമ്മശക്തി മാത്രമാണ് പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുമപ്പുറം മറ്റ് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പൊതുവേ പറയാറുണ്ട്, സ്കില്ലുകൾക്കാണ് പ്രാധാന്യം. അറിവിനോടൊപ്പം അല്ലെങ്കിൽ അറിവിനുമപ്പുറം സ്കില്ലുകൾക്കാണ് അല്ലെങ്കിൽ നൈപുണികൾക്ക് പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നൈപുണികൾക്ക് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ഓർമ്മ പരീക്ഷിക്കുക എന്നതിനുമപ്പുറം നമ്മുടെ അഭിരുചിയോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനോട് ചേർന്ന് വരുന്ന സ്കിൽ സെറ്റ് അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ കുട്ടി പിന്നീട് ഒരു ജോലി ചെയ്യുമ്പോൾ അത് ജോലിയായിട്ട് തോന്നുകയില്ല, അവൻ്റെ ലൈഫായിട്ട് അത് മാറും. അപ്പോൾ ഇതിനോട് ചേർന്ന് നമ്മളൊരു മറ്റൊരു വാക്കുകൂടെ ഉപയോഗിക്കും, പാഷൻ. അപ്പോൾ നമുക്ക് ഈ അഭിരുചിയുള്ള ഒരു മേഖലയിൽ നമ്മൾ പാഷനേറ്റൂടെ ആണെങ്കിൽ അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എത്ര സുന്ദരമായിരിക്കും. ഒരിക്കലും ഒരു റിസ്ക് എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മടുപ്പോ ഒന്നും ഒരിക്കലും ഫീൽ ചെയ്യാൻ. അതിൽ നിന്നൊരു ആവശ്യത്തിന് ഏണിങ് തീർച്ചയായിട്ടും ലഭിക്കും, കാരണം അതിനുള്ള സ്കിൽ സെറ്റൂടെ കുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും സാറ് ചോദിച്ച പോലെ അഭിരുചിയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ മാർക്കിന് പ്രാധാന്യം കുറഞ്ഞിട്ടുമുണ്ട്. കാരണം നല്ല സ്ഥാപനങ്ങളിൽ, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ ഒക്കെ ഏത് സ്ഥാപനം ഏത് തരത്തിലുള്ളതും ആയിക്കോട്ടെ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, അത് ലോ ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ഡിസൈനിങ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെ എന്തുമായിക്കോട്ടെ, അവിടെയെല്ലാം ഒരു പ്രവേശന പരീക്ഷ നിർബന്ധമായിട്ടും കുട്ടികൾ പാസ്സാകേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും മാർക്കിൻ്റെ പ്രാധാന്യം കുറഞ്ഞു കഴിഞ്ഞു. അവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50 അല്ലെങ്കിൽ 60%. ജെയിൽ മാത്രമേ 75% മാർക്ക് ഒരു എലിജിബിലിറ്റി ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കിയുള്ള ദേശീയ പരീക്ഷകളിലൊക്കെ 50% അല്ലെങ്കിൽ 60% മാർക്ക് മതി. അത് ഒരു കുട്ടിക്ക്, ഒരു പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ സ്കിൽസും ചേർന്ന് വരുന്ന മേഖലയിലേക്ക് പോകാൻ തീർച്ചയായിട്ടും അഭിരുചി പരീക്ഷിക്കപ്പെടേണ്ടത് തന്നെ ചെയ്യണം. ഒരു 17-18 വയസ്സിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സ്കിൽ എന്താണ് എന്നുള്ളത് ഒരു വിദ്യാർത്ഥിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവിന് താൻ തൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ഏത് മാർഗത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അത് സാധിക്കും, നമ്മൾ ശ്രമിക്കണം തീർച്ചയായിട്ടും. കാരണം പേരൻസിനാണ് ഏറ്റവും ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാവുന്നത്. കൂടാതെ ടീച്ചേഴ്സുണ്ട്. ഇപ്പോൾ പൊതുവേ സ്കൂളുകളിലൊക്കെ പേരൻസും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇടയ്ക്കെല്ലാം പേരൻസ് ടീച്ചേഴ്സിനെ കാണാൻ വരികയും കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ പേരൻസിന് തീർച്ചയായിട്ടും ടീച്ചേഴ്സിനോട് ചോദിക്കാവുന്നതാണ്, കുട്ടി ഏതൊക്കെ വിഷയങ്ങളിലാണ് കൂടുതൽ ഇഷ്ടത്തോടു കൂടി പെരുമാറുക, അല്ലെങ്കിൽ ഏറ്റവും ക്ലാസ്സിൽ ഏറ്റവും അറ്റൻറ്റീവായിട്ടിരിക്കുന്നത്, ഇനി സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ്, സ്പോർട്സിലാണോ അതോ ആർട്സിലാണോ അല്ലെങ്കിൽ ഡ്രോയിങ്ങിലാണോ മ്യൂസിക്കിലാണോ, അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാനാണ് താല്പര്യമായിട്ടിരിക്കുന്നത്, ഇനി ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണോ അതോ ഈ കുട്ടി തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ പേരൻറ്റിന് ചോദിക്കാം. അതുപോലെ കുട്ടിയെ കൊണ്ട് ടീച്ചേഴ്സ് യാത്ര പോകുമ്പോൾ അവനുള്ള പ്രത്യേകതകൾ, അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കാം. അതോടൊപ്പം തന്നെ പേരൻസ് വീട്ടിലും ഈ കുട്ടിയെ ശ്രദ്ധിക്കുക. ഒരു 5ാം ക്ലാസ്സിന് ശേഷം ഒരു 12 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഏകദേശം ഒരു ആപ്റ്റിറ്റ്യൂഡ് ക്ലിയറായിട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, അതുപോലെ ഈ കുട്ടി ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, വീട്ടിൽ പേരൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം
ഉള്ള രീതിയിൽ കുട്ടി എന്തൊക്കെ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചില കുട്ടികൾ വരയ്ക്കും, ഫ്രീ ടൈമിൽ ഇരുന്ന് വരയ്ക്കും, ചില കുട്ടികൾ വായിക്കും നന്നായിട്ട്. അപ്പോൾ അപ്പനോട് പറയും എനിക്ക് ഇന്ന ഒരു ബുക്ക് വാങ്ങിത്തരാമോ. അങ്ങനെ വായിക്കുന്ന കുട്ടികളുണ്ടാവും, വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും, പാട്ട് പാടുന്ന ഇൻസ്ട്രുമെൻസൊക്കെ എന്തെങ്കിലും ഫ്രീ ടൈം എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ എടുത്ത് ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വഴി അത് മനസ്സിലാക്കാം. പിന്നെ ഇപ്പോൾ വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്, പക്ഷേ അവിടെ നമുക്ക് പല ചതിക്കുഴികളും ഉണ്ട്. സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാത്ത പല എവിടെയും ഇപ്പോൾ ഏജൻറ്റുമാരും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, സൈക്കോമെട്രിക് അനാലിസുകളൊക്കെ അവൈലബിൾ ആണ്. അത് മനസ്സിലാക്കി അത് ചെയ്യുന്നതും നല്ലതാണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൂടി എല്ലാം കൂടെ ചേർത്തുകൊണ്ട് എങ്കിലും അതിലുമൊക്കെ നല്ല രീതിയിൽ പേരൻസിനും ടീച്ചേഴ്സിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇതൊക്കെ ആണെങ്കിലും ഒരു കരിയർ എന്നുള്ളത് ഏതൊരു കുട്ടിക്കും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്ക് സ്കില്ലിനും പാഷനും ഒക്കെ അപ്പുറത്ത് ഒരു മാതാപിതാക്കളുടെ മനസ്സിൽ ഇയാളുടെ കരിയറിനെ കുറിച്ച് ഉള്ള ഒരു വലിയൊരു ആദ്യം ഉണ്ടാവും. അപ്പം ഈ കരിയർ എന്നുള്ളത് നമുക്ക് ഈ +2 ശേഷമുള്ള ഒരു ഡിഗ്രി പഠനത്തിൽ ഒരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന കരിയറിലോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കാൻ എങ്ങനെയായിരിക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നത്? കരിയറിലോട്ടുള്ള ഒരു നോട്ടമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കരിയറിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. നമ്മൾ ആദ്യകാലങ്ങളിൽ കഴിഞ്ഞ ഒരു തലമുറയിൽ ജോബ് എന്നൊരു വാക്കാണ്, നമ്മൾ ജോലി കിട്ടുക എന്നുള്ളത്. ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നീടാണ് അതിൽ നിന്ന് കരിയറിലേക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. ഇപ്പോൾ അതും മാറി വർക്ക് ലൈഫ് എന്നായി. അപ്പോൾ നമ്മൾ ഈ വർക്ക് ലൈഫ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ക്വാളിറ്റേറ്റീവാണ്. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതം ഇതിൽ കൂടിയാണ് ഒഴുകിപ്പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള അവർക്ക് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് ചെന്നെത്തിയെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. കാരണം നമുക്കിഷ്ടമുള്ള ഒരു മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ പാഷനേറ്റായുള്ള ഒരു മേഖലയിൽ ജോലി എടുത്തെങ്കിലേ നമുക്ക് മടുപ്പില്ലാതിരിക്കുകയുള്ളൂ. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഫ്രോഡ് പരിപാടികളൊന്നും പറ്റുകയില്ല. നമ്മൾ ജെന്യുവനായിട്ടുള്ള ഒരു പേഴ്സണാണ് എന്ന് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ, ഇനി അല്ലെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഴയ രീതിയിൽ പറ്റിച്ചും ഒന്നും മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്കില്ലുകൾ, അതാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടാവണം ഏത് മേഖലയാണെങ്കിലും. അപ്പോൾ ആ മേഖല തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കുട്ടിയുമായിട്ടൊരു തീർച്ചയായിട്ടും ഒരു ചർച്ച ഉണ്ടാവണം. ഒരു തുറന്ന ചർച്ച കുടുംബത്തിൽ ഉണ്ടാവണം. ഏത് മേഖലയിലാണ് നീ, ഏത് ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ആരാണ് നിൻ്റെ റോൾ മോഡൽ, നിലവിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷനിലുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ആയി തീരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഡിസ്കഷൻ ഉണ്ടാവണം. അതിൻ്റെ ബാക്കിയായിട്ട് കുട്ടി പറയുന്ന ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം എഐയുടെ ഒരു കാലമാണ്. ഇപ്പോൾ നല്ല പ്രോംപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ജെമിനയിലും അല്ലെങ്കിൽ പെർപ്ലക്സിറ്റിയിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിന് പറ്റിയ പ്രോഗ്രാമുകൾ, അപ്പം ഈ കുട്ടി ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലികൾ കിട്ടാവുന്ന രീതിയിലുള്ള കോഴ്സുകൾ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ കോഴ്സ് പഠിച്ചാൽ കിട്ടുന്ന ജോബ് റോൾസ് ഏതൊക്കെയാണ്? ജോബ് റോൾസ് കിട്ടിയാൽ മാത്രം പോലെ സസ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കണം. നമുക്കറിയാം ഒരു 5 വർഷമേലുമൊക്കെ നിൽക്കാൻ പറ്റുന്ന, അപ്പം അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാവുന്ന ജോബ് റോൾസ്, അതുപോലെ എൻ്റെ സാലറി, പിന്നെ ഏതൊക്കെ കമ്പനികളിലൊക്കെ ജോലി കിട്ടും, ഏത് തരത്തിലുള്ള കമ്പനികളാകാം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഇന്ന് നമുക്കുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. കുട്ടികളെ സംബന്ധിച്ച് ജെൻസീസാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടികളെല്ലാം കൂടുതൽ സമയവും സോഷ്യൽ മീഡിയയിലാണ്. ഈ സോഷ്യൽ മീഡിയ അവർ ഈ പറയുന്ന രീതിയിൽ അവരുടെ കണക്ടിവിറ്റി നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ റിലേഷൻഷിപ്പുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. ബന്ധങ്ങൾ, അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സീനിയേഴ്സുമായിട്ടുള്ളത്, കാരണം റെഫറൻസ് വഴിയാണ് ഇപ്പോൾ മിക്കവാറും ജോബുകൾ ഉണ്ടാകുന്നത്. നമ്മൾ പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാലും ആ പ്ലേസ്മെൻറ്റ് നമ്മുടെ സീനിയേഴ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോളേജിലെ കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ റെഫറൻസ് വളരെ പ്രധാനപ്പെട്ട കണക്ടിവിറ്റി. ഒരു കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കഴിവതും മേഖലകളിൽ, പറ്റുന്ന മേഖലകളിലൊക്കെ
അവിടെ പങ്കെടുക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഈ സ്കില്ലുകളെന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടെക്നിക്കൽ സ്കില്ലിനല്ല പ്രാധാന്യം. ടെക്നിക്കൽ സ്കിൽസ് സ്കില്ലിനെ എല്ലാവരും ടെക്നിക്കൽ സ്കിൽസിന് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ സ്കിൽ റിപ്പോർട്ട് 2025 ഫ്യൂച്ചർ സ്കിൽസ് നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അനലിറ്റിക്കൽ തിങ്കിങ് ആണ്. രണ്ടാമത് റെസീലിയൻസ് ആൻഡ് അജിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ലീഡർഷിപ്പ്, എമ്പതി, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള കുറേ 4-5 മേഖലകൾക്ക് ശേഷം മാത്രം ആറാമതാണെന്ന് എനിക്ക് തോന്നുന്നു. ആറാമതാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ സ്കില്ല് പറഞ്ഞിരിക്കുന്നത്. 10-മതോ 11-മതോ ആണ് AI, നമ്മുടെ കമ്പ്യൂട്ടേഷൻ സ്കില്ലുമായി ബന്ധപ്പെട്ട് ബിഗ് ഡാറ്റ ആൻഡ് AI പറയുന്നത്. അപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോൾ പലർക്കും പറ്റിയ തെറ്റിദ്ധാരണ ടെക്നിക്കൽ സ്കില്ലുകളാണ്. അതല്ല പ്രധാനം. അതിലും പ്രധാനമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട ഈ പറയുന്ന റെസിലിയൻസ് ഒന്നും ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ചെന്നാൽ കിട്ടുന്ന അതിനൊരു സർട്ടിഫിക്കറ്റും എങ്ങൊന്നും കിട്ടത്തില്ല. പക്ഷേ അങ്ങനെയുള്ള സ്കിൽ സെറ്റ് ഉള്ളവരെയാണ് ഇനിയുള്ള ലോകത്തിന് അല്ലെങ്കിൽ വരും കാലത്തിന് ആവശ്യം എന്ന് മനസ്സിലാക്കി അത് കുടുംബത്തിൽ തന്നെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ക്വാളിറ്റേറ്റീവാണല്ല, ക്വാളിറ്റേറ്റീവാണ്. ആ ഒരു ക്വാളിറ്റിയുള്ള ആളുകളെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുടുംബത്തിൽ നിന്ന് വേണം നമ്മൾ ആരംഭിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി ആ രീതിയിൽ കുട്ടികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഏറ്റെടുക്കാൻ നമ്മുടെ സമൂഹം ഉണ്ടായിരിക്കും. അതിനോട് ചേർന്ന് ഈ പറയുന്ന എല്ലാ ആർക്കാണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഇവരുടെ എംപ്ലോയബിലിറ്റി ആണല്ലോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കോർഡിനേഷൻ, ലീഡർഷിപ്പൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു ടീം ലീഡർ ആകുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിനുള്ള അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കുട്ടികൾ ആലോചിക്കണം. പേരൻസുമായിട്ടൊരു നല്ല റിലേഷനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്തുമൊക്കെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് വേണം എടുക്കാൻ. ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു മേഖലയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് തന്നെ പറയാം. സാർ, 2026 കാലഘട്ടത്തിലെ ജെൻസികളുടെ ഒരു സ്വഭാവം തന്നെ സാറ് പറഞ്ഞു കഴിയുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ ആദ്യം എപ്പോഴും അവർ AI-യുമായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും ഗൂഗിൾ വഴിയും ഒക്കെ ആയിരിക്കും അവർ കോഴ്സുകളെയും കോളേജുകളെയും ഒക്കെ അനലൈസ് ചെയ്യുന്നുള്ള സാറ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം AI, ഡാറ്റ സയൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ, എയറോസ്പേസ്, അങ്ങനെ ഇവർക്ക് വളരെ അട്രാക്റ്റ് തോന്നുന്ന കുറേ മേഖലകളുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ തന്നെ അത് അത്ര അട്രാക്റ്റീവ് ആണോ? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ കുട്ടികളെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് സാറിന് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് നമ്മളൊരു കരിയർ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ചിലർ പറയും ലോങ് ടൈം, അപ്പോൾ ഒരു 6 to 8 years ഒക്കെ മതി സാറേ, ആ രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് അവരോട് പറയാം. ചിലർ പറയും എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, ഞാൻ ഈ ഫസ്റ്റ് ഡിഗ്രി മാത്രമേ ചെയ്യുള്ളൂ, അത് കഴിയുമ്പം തന്നെ എനിക്ക് എവിടെയെങ്കിലും പ്ലേസിലാണ് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം എനിക്ക്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കിതൊരു ജോബ്, നമ്മൾ ഈ കോഴ്സുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു മാർക്കറ്റാണ്, ആ ഒരു രീതിയിലേക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദാഹരണം ഇപ്പം നമ്മൾ BCA എന്ന് പറയുന്ന പ്രോഗ്രാം, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി, BCA വിത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, BCA വിത്ത് AI&ML, അങ്ങനെ ചെറിയൊരു പ്രോഗ്രാമാണ് BCA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ BCom ലോജിസ്റ്റിക്സ്, BCA അങ്ങനെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് ഫീസ് സ്ട്രക്ചർ വലിയ വ്യത്യാസമുണ്ട്. ഫീസ് സ്ട്രക്ചറിൽ ഒരു വേരിയേഷൻ വരുത്താനാണ്. ഇതിൻ്റെ ഒരു പേപ്പറൊക്കെ കാണുകയുള്ളൂ. പക്ഷേ എനിക്കതിനകത്ത് പറയാനുള്ളത്, നമ്മളൊരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യുക, അതിനോടുകൂടി ആഡോണായിട്ട്, ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റി ആണ് കുട്ടിക്ക് ഇഷ്ടമെങ്കിൽ BCA ചെയ്തിട്ട് ആഡോണായിട്ട് ഇതിൻ്റെ സൈബർ സെക്യൂരിറ്റി ഡിപ്ലോമ ചെയ്യാം. നല്ല ഇപ്പം മൈക്രോസോഫ്റ്റ് പോലെയുള്ള സിസ്കോ പോലെയുള്ള കമ്പനി അവർ ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് അത് കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം ആണെങ്കിൽ ആ രീതിയിൽ ചെയ്ത് പോകാം. ഇനി അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ BTech ലെവലിലേക്കൊക്കെ വരുമ്പോൾ, BTech ലെവലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കുട്ടികളെ പലപ്പോഴും ഈ പേരൊക്കെ കേട്ട് എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ത്രിൽഡാണ് അങ്ങനെയുള്ള പേര്, അല്ലെങ്കിൽ സൈബർ ഫോറൻസിക് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു ബേസ് ഉണ്ടാക്കണം. ഇവർ കൂടുതലും ഈ +2 വരെ ഇവർ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാകണം. അതിൽ നിന്നുകൊണ്ട് വേണം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. നമുക്കറിയാം, ബേസിക് സയൻസ് ഇല്ലാതെ ഒരിക്കലും ടെക്നോളജി ഗ്രോത്ത് ഉണ്ടാകില്ല. അപ്പോൾ ഒരു ബേസിക് നോളജ് എല്ലാ മേഖലയെക്കുറിച്ചും,
അവർക്കുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതെന്താണ്, ഇവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് അവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ നല്ലൊരു കോർ, ഇപ്പം നമുക്ക് കമ്പ്യൂട്ടർ സയൻസും വേണമെങ്കിൽ ഒരു കോർ എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്, ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രമാത്രം ഇപ്പോൾ തന്നെ കോഡിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെങ്കിലും 1-2 പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഈ പറഞ്ഞ രീതിയിൽ ഒരു കോർ ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസൊക്കെ ബിടെക്കിന് എടുത്തുകൊണ്ട് അപ്പോൾ അവർക്ക് പിടികിട്ടും എന്താണ്. പിന്നെ അവർക്കിത് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, നെക്സ്റ്റ് ലെവലിൽ ചെയ്യാം. ഇത് പഠിക്കുന്ന കൂടെ ഒരുപാട് മൂക്ക് ഓൺലൈൻ കോഴ്സസ് ചെയ്യാം, എഡെക്സിലും അല്ലെങ്കിൽ കോഴ്സിറായിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ അല്ലാതെ പോകുന്നതിലും നമുക്ക് മെച്ചമുള്ളതായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ലോങ് ടൈം ഉള്ളവർ ഒക്കെ അവർക്ക് റിസർച്ചോ അതിനൊക്കെ നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ പോകാം. അല്ല നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഡിഗ്രി, പിന്നെ അത് തന്നെയല്ല ഈ ഡാറ്റാ സയൻസ് ഒക്കെ പോലെയുള്ള പ്രോഗ്രാമുകൾ ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ എപ്പോഴും നല്ലത് എൻജിനീയറിംഗ് കോളേജുകളിൽ ചെയ്യുന്നത് തന്നെയാണ്. മറ്റേ അല്പം കൂടി ഡെപ്തിലേക്ക് സയൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ കൂടി തിയറി ഓറിയൻറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിവിടെ കുട്ടികളിവിടെയൊക്കെ ഫാക്കൽറ്റീസിനെ ശ്രദ്ധിക്കണം. ഈ പുതിയതായിട്ട് ഈ മേഖലകളിൽ എന്തെങ്കിലും അഡ്വാൻസ്ഡായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തു വന്ന ഫാക്കൽറ്റീസ് ആയിരിക്കണം. കാരണം ഞാൻ പറയാറുണ്ട്, 20-ാം നൂറ്റാണ്ടിലെ ആളുകൾ ആണ് 21-ാം നൂറ്റാണ്ടിൽ ജെൻസീസിനെ പഠിപ്പിക്കുന്നത്. വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ക്ലാസ് റൂം ആണെങ്കിൽ 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിലെ ക്ലാസ് റൂമിൽ 20-ാം നൂറ്റാണ്ടിലെ അധ്യാപകർ 21-ാം നൂറ്റാണ്ടിലെ കുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ അപ്ഡേഷനുള്ള ആളുകളാണോ? കാരണം നമ്മൾ കോഴ്സിൻ്റെ പേര് മാറ്റി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനകത്തെ കോണ്ടൻറ്റ് എന്താണെന്നുള്ളതും അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും, പ്രത്യേകിച്ച് അവരുടെ ഈ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, സിസ്റ്റങ്ങൾ അതനുസരിച്ച് മാറിയിട്ടുണ്ടോ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ കുട്ടികളൊന്ന് അന്വേഷിക്കണം. അതുപോലെ തന്നെ പലയിടത്തും പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണെങ്കിലും വളരെ വേഗമായിട്ടുള്ള രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് കാണുന്നത്. കുട്ടികൾ മീഡിയൻ പാക്കേജാണ്, അടുത്ത ആവറേജ് പാക്കേജൊക്കെ പറയും. അത് 1-2 ആളുകൾക്ക് വളരെ ഉയർന്ന് കിട്ടുമ്പോഴേ ആവറേജ്. ഇപ്പോൾ മീഡിയൻ പാക്കേജൊക്കെ ശ്രദ്ധിക്കുക, അതിന് അപ്ഡേറ്റഡ് ആണോ. ഇപ്പോൾ 2025 വരെ അല്ലെങ്കിൽ 26 വരെ ആകാറായതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ എടുക്കാൻ. പിന്നെ ഇതിനൊരു ഇൻട്രസ്റ്റ്, ഞാൻ പറഞ്ഞു നേരത്തെ പോലെ കോഡിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ ആണെങ്കിൽ ഈ ന്യൂജൻ എന്ന് പറയുന്ന നമ്മൾ ഈ കോഴ്സുകൾ നല്ലതാണ്. ഈ അല്ലാത്തവർ ഇത് വേണ്ടി വരും, പക്ഷേ ഇതൊരു ആഡ് ഓൺ ആയിട്ടാണ് അവർ ചെയ്യേണ്ടത്. നമുക്ക് ഇല്ലാതെ നമുക്കിനി ജീവിക്കാൻ പറ്റില്ല. എന്ത് പഠിച്ചാലും അത് നമ്മൾ ഇപ്പോൾ പറയുന്ന ആർട്സ് സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും ഇല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് പഠിക്കുന്നതെങ്കിൽ പോലും യുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, അല്ലാതെ പറ്റില്ല. അപ്പോൾ എന്ത് പഠിച്ചാലും വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആഡ് ഓൺ ആയിട്ട് നമുക്കിപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. IIT-കളൊക്കെ NPTEL അവരുടെ പ്ലാറ്റ്ഫോമുകളുള്ള, അതുപോലെ തന്നെ ഇനിയും വരും പുതുതായിട്ട് ഓരോ വർഷവും. ഈ വർഷം തന്നെ ഇനി എന്തുമാത്രം പ്രോഗ്രാമുകൾ വരാനിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പൈസ മുടക്കിയ ഒരു കോഴ്സിന് വേണ്ടി പൈസ മുടക്കിയാൽ അതിൻ്റെ റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിൽ അതുകൂടെ വളരെ കാര്യമായിട്ട് ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കേണ്ട. വലിയ ഫീസ് സ്ട്രക്ചറുകളാണ് ഒരു കോഴ്സിന് കാണുന്നത്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി വേണം ഇതൊരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്കിപ്പം സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു മേഖലയാണ് മെഡിക്കൽ മേഖല. ഒരു പക്ഷേ ഇത്രത്തോളം വിദ്യാർത്ഥികൾ പാഷനേറ്റായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച് പഠിക്കുന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടിരിക്കുന്നത് മെഡിക്കൽ മേഖലയിലാണ്. ഒരു പ്രോഗ്രാമിലോട്ട് മാത്രം, ഒരു സർവീസ് മേഖലയിലോട്ടുള്ള ആഗ്രഹം അനുസരിച്ച് പഠിക്കുന്നത്. ഈ 2026 ഒരു വിദ്യാർത്ഥി അത് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പാഷൻ എത്രത്തോളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്? നമ്മൾ മെഡിക്കലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സ്കില്ലുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. കാരണം ക്ലിനിക്സ് ഉണ്ട്. നമ്മൾ എൻജിനീയറിംഗ് പോലെ അല്ല മെഡിക്കലിൽ വരുന്നത്. ആ പഠിക്കുന്ന അതിനകത്ത് തന്നെ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡാണ്. അപ്പോൾ ക്ലിനിക്സിൽ പാഷനേറ്റ് ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നോൺ ക്ലിനിക്കൽ സെക്ടറിലേക്ക് പോകണം. ക്ലിനിക്സാണ് നമുക്കറിയാം ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രാക്ടീസ് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെയുമല്ല, നമ്മളിപ്പം ഇത് AI യുഗത്തിൽ ആയതുകൊണ്ട് എല്ലാ സമസ്ത മേഖലയിലും മാറ്റങ്ങളുണ്ട്. അത് മെഡിക്കൽ മേഖലയിൽ നല്ല രീതിയിലുണ്ട്. കാരണം ഹെൽത്ത് കെയർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ്. ഇപ്പോൾ ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റി അത് എൻജിനീയേഴ്സിലാണെങ്കിലും എൻജിനീയേഴ്സിനും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ IIT-കളിൽ നിന്ന്
ഒക്കെ പാസ് ഔട്ടാകുന്ന കുട്ടികൾക്ക് കൂടുതലും ഹെൽത്ത് കെയറിലും അതുപോലെ കൺസൾട്ടിങ് മേഖലയിലും ഫിൻടെക്കിലും ഒക്കെയാണ് ജോബ് റോൾസ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ വളരെ പ്രാധാന്യമുള്ള മേഖലയാണ്, വളരെ ബ്രോഡാണ്. മനുഷ്യന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണിത്. നമ്മൾ പറയുമായിരുന്നു ഒരു വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നുള്ളത് മാറി ഇപ്പോൾ ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നുള്ള ഒരു പരസ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെയും മാറ്റങ്ങൾക്ക് എന്തൊക്കെയാണ് എന്ന് വരാവുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു വേണം. നമുക്കറിയാം പല മേഖലകളിൽ ഒന്ന് ഡയഗ്നോസിസിൽ ആണ് ഏറ്റവും അധികം മാറ്റങ്ങൾ വരുന്നത്. അപ്പം റേഡിയോളജി പോലെയുള്ള മേഖലകളുടെ ഡിമാൻഡ് കുറയും എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല. അപ്പോൾ എഐക്ക് ഉള്ള ഡേറ്റ ഏതായാലും അത്രയും ഡേറ്റ എന്നൊരു ഡോക്ടർക്കും ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള ഡയഗ്നോസിസ് എഐ നടത്തും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതനുസരിച്ച് ഹയർ സ്റ്റഡീസിൽ ഒക്കെ മാറ്റങ്ങൾ ചെയ്യുക. ഡയഗ്നോസിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ, ഇൻസ്ട്രുമെൻസുകൾ പലതും വരുന്നു. അപ്പോൾ ആ ടെക്നിക്കുകളെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാകുക. അപ്പോൾ ഒരു മെഡിക്കൽ മൈൻഡ് സെറ്റ് മാത്രം പോലെ ഒരു എൻജിനീയറിങ്, ഇപ്പോൾ ലോജിക്കലായിട്ടൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം. പിന്നെ വരുന്നത് ഫാർമസി സെക്ടറിലാണ്. ഫാർമസി മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കുറച്ച് മാറ്റങ്ങൾ വരും. പിന്നെ ഉള്ളത് സർജറിയിലാണ്. സർജറിയിൽ റോബോട്ടിക് സർജറി വന്നു കഴിഞ്ഞു. പക്ഷേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഹ്യൂമൻ ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഹയർ സ്കിൽസാണ്. അപ്പോൾ ഹയർ ലെവൽ സ്കില്ലുകൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാം. നമ്മളൊരു ആവറേജ്, ഒരു മീഡിയോക്കർ, ഒരു ആവറേജ് ലെവലിൽ ഉള്ളവർക്ക് നിലനിൽപ്പില്ലെന്നേ ഉള്ളൂ. എഐക്ക് ഉള്ളതിലും അതുക്കും മേലെ എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു ഹയർ ലെവൽ സ്കിൽസ്, ഹയർ ലെവൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ ഉള്ളവർക്കാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിലനിൽപ്പുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ തീർച്ചയായിട്ടും എമ്പതി ഈ ഒരു മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്പാഷൻ ആൻഡ് എമ്പതി, അതുപോലെ ക്ലിനിക്സിലെ പാഷനും ഒക്കെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ എമ്പതി, അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഒരു ലൈഫ് ലോങ് സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഡോക്ടറിനേക്കാളും അറിവുള്ള പേഷ്യൻസ് ഇപ്പോൾ ഉണ്ട്. എഐയുടെ ഈ കാലത്തിൽ പേഷ്യൻറ്റിന് വിവരങ്ങൾ ശേഖരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സംശയങ്ങൾ തീർത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോക്ടറാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്കറിയാം ഇത് അല്പം ടെൻഷൻ ഉള്ള അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ ആവശ്യമുള്ള ചില സിറ്റുവേഷൻസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽസൊക്കെ പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം ഡോക്ടർ തീർച്ചയായിട്ടും. വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ, എമ്പതിയെ പോലെ തന്നെ കമ്മ്യൂണിക്കേഷനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒബ്സർവേഷൻ സ്കില്ല്, ഇങ്ങനെയുള്ള സ്കിൽ സെറ്റുകൾ വളർത്തിയെടുക്കുക ഈ ഒരു ടൈമിൽ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഡോക്ടർ അല്ലെ ക്ലിനിക് സെക്ഷനൊക്കെ അപ്പുറത്ത് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സാധ്യതകൾ, ഇപ്പം വെറ്റിനറി ആണെങ്കിലും അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഫിഷറീസ്, ഫോറസ്ട്രി, അങ്ങനെ ഈ എൻജിനീയറിംഗ് പോലെ വലിയൊരു ശാഖയൊന്നും മെഡിക്കലിലില്ല. കുറച്ച് ശാഖകളേ ഉള്ളൂ, BDS ഒക്കെ പോലെ തന്നെ ഉള്ളത്. അപ്പം അതിൽ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം അവരുടെ കഴിവുകൾ തെളിയിക്കാനായിട്ട് സാധിക്കും? ഒരു മെഡിക്കൽ തിരഞ്ഞെടുക്കുമ്പോൾ MBBSന് അപ്പുറത്ത് മറ്റ് സാധ്യതകളും ഇന്നും നിലവിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ മേഖലയ്ക്കും നമുക്ക് പ്രാധാന്യമുണ്ട്. ആ മേഖലയിൽ നമ്മൾ ചെന്ന് നമുക്ക് എങ്ങനെ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാഷൻ നമുക്ക് കരിയറാക്കാൻ സാധിച്ചാൽ അതാണ്. ഇപ്പോൾ വെറ്റിനറി മേഖലയിൽ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഈ വെറ്റിനറിക്ക് വേണ്ട സ്കിൽ സെറ്റും MBBSന് വേണ്ട സ്കിൽ സെറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കറിയാം, മനുഷ്യനും മൃഗവുമാണ്. മൃഗത്തിന് ഒരിക്കലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാൻ പറ്റില്ല. അപ്പോൾ പേഴ്സിസ്റ്റൻസ്, പേഴ്സീവറൻസ്, ഒബ്സർവേഷൻ, കമ്പാഷൻ, ഇതൊക്കെ വളരെ കൂടുതൽ വേണം ഈ പറയുന്ന വെറ്റിനറി മേഖലയിലേക്ക് പോകുന്ന ആളുകൾ. അപ്പോൾ അവർക്കതുണ്ട്. അതിൻ്റെ ഹയർ സ്റ്റഡീസ്, റിസർച്ച്, വെറ്റിനറി റിസർച്ചൊക്കെ വളരെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വൈറസ് അറ്റാക്കുകൾ ഇങ്ങനെ പല രീതിയിൽ നമ്മളെന്നും പല പേപ്പറിലൊക്കെ വീണ്ടും വൈറസ് അറ്റാക്കുകളെ കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോയി വലിയ സാധ്യതകളാണുള്ളത്. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്കിപ്പോഴും വെറ്റിനറി മേഖലയിൽ നല്ല സാധ്യത ഉണ്ട്. ഇതിന് ഹയർ സ്റ്റഡീസിന് വലിയ സാധ്യതകളുണ്ട്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടല്ലോ. ഈ അഗ്രികൾച്ചറും ഫോറസ്ട്രി പോലെയുള്ള മേഖലകളിൽ അഗ്രി ആൻഡ് ഫോറസ്ട്രി, അഗ്രി വളരെ ബ്രോഡാണ്. അതുകൊണ്ട് അഗ്രിക്ക് വലിയ സാധ്യതയാണുള്ളത്.
അഗ്രികൾച്ചറിൽ നിന്ന് നമുക്കത് ഒരു 4 വർഷത്തെ ഒരു BSc അഗ്രികൾച്ചർ കഴിയുമ്പോഴേ നമുക്കൊരു ജോബ് ആ ഒരു മേഖലയിൽ തന്നെ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോകരുതെന്ന് മാത്രം. നമുക്ക് MSc ഈ അഗ്രി പഠിക്കുമ്പോൾ നമുക്ക് ഉള്ളൊരു ബെനിഫിറ്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെ നന്നായിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറഞ്ഞ ഒരു മേഖലയാണ്. അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഇപ്പോൾ മാസ്റ്റേഴ്സൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ICAR-ൻ്റെ കോഴ്സാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റൈപ്പൻഡൊക്കെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ICAR-ന് ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ റിസർച്ചൊക്കെ തുടങ്ങുമ്പോൾ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് പോകാം. ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലൊക്കെ ഒരുപാട് സാധ്യതകൾ, മറ്റേ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് പോകാനുണ്ട്. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, അങ്ങനെ പല മേഖലകളിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് നല്ലപോലെ. പിന്നെ അബ്രോഡ് സാധ്യതകളുണ്ട്. അഗ്രികൾച്ചർ പഠിച്ചവരെ സംബന്ധിച്ച് സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ അബ്രോഡ് അവിടുത്തെ ഒരു പ്രോഗ്രാമൂടെ അല്ലെങ്കിൽ അവിടുത്തെ എക്സാമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത കൂടെ നമുക്കവിടെ പറയാൻ പറ്റും. കാലഘട്ടം ഏത് രീതിയിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞാലും ആഹാരം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ കാര്യം തന്നെ. നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവൊക്കെ കുറഞ്ഞെങ്കിലും നമുക്കതിന് നമ്മളിപ്പോൾ അത് കൂടുതൽ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതനുസരിച്ച് ടെക്നോളജിയിൽ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഡ്രോൺ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കുന്നു, റോബോട്ടിക് ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നതനുസരിച്ച് ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു ടെക്നോളജിയും കൂടെ യൂസ് ചെയ്യാനൊക്കെ പഠിക്കുക. പിന്നെ അഗ്രി ബിസിനസ് നല്ലൊരു മേഖലയാണ്. പ്രോഡക്റ്റിൻ്റെ ബിസിനസ്, അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്, സ്റ്റോറേജ്. നമുക്കറിയാം ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പഴയ രീതിയിലൊന്നും നമ്മൾ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി മനുഷ്യന് സമയമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് അത് ആ പ്രോസസ്സിങ്, അതുപോലെ ക്രോപ്പ് പ്രോസസ്സിങ്, ഇതുമായിട്ട് ഒരുപാട് മേഖലകൾ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അങ്ങോട്ടൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ എന്താണോ അവനവനൊരു ഇഷ്ടം, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പോകേണ്ട ഒരു മേഖലയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. സാർ, നമ്മുടെ കാലഘട്ടത്തിൽ നിന്നുള്ളൊരു മാറ്റങ്ങൾ നോക്കുമ്പം +2-ന് ശേഷം കൊമേഴ്സ്, ആർട്സ്, സയൻസ്, കണക്ക്, അങ്ങനെ കൃത്യമായ അതിർവരമ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ മാത്സ് കഴിഞ്ഞാൽ ഇന്നത് പോകുന്നു, ടീച്ചിങ് മേഖലയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ സയൻസ് കഴിഞ്ഞാൽ ഇന്ന മേഖലയിലോട്ട് പോകുന്നുള്ളതിന് കൃത്യമായിട്ടൊരു പാത്ത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാനും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു കാലമല്ല. നമുക്കൊരു ഇൻ്റർ ഡിസിപ്ലിനറി ആണ്. ഏതിൽ നിന്നും ഏതിലോട്ട് ചേഞ്ച് ചെയ്യാം, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവിടെ നമുക്കൊരു കോഴ്സ്, ഒരു കോളേജൊക്കെ സെലക്ട് ചെയ്യുമ്പം നമുക്ക് ഇന്ന രീതിയിൽ മാത്രമേ പോകാവുള്ളൂ എന്നുള്ള നിബന്ധനകളൊന്നുമില്ലല്ലോ. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടോ? അതായത് ഒരു കോഴ്സ് എടുക്കുമ്പം ആ കോഴ്സിൻ്റെ പ്രാധാന്യത്തെ ഒത്തിരി കൂടുതൽ കാണേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ പുതിയ NEP വന്നതോടുകൂടി നമ്മുടെ കരിക്കുലത്തിലൊക്കെ കാര്യമായ വ്യത്യാസം വന്നു. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റ് പല സബ്ജക്റ്റുകളും ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പം തന്നെ മറ്റ് നമ്മൾ കൂടെ പഠിക്കുന്ന പല സബ്ജക്റ്റുകളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇൻ്റർ ഡിസിപ്ലിനറിയും കഴിഞ്ഞപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലിബറൽ ആർട്സ്, ലിബറൽ സ്റ്റഡീസൊക്കെ വന്നതോടുകൂടി ഫിസിക്സ് പഠിക്കുന്ന കുട്ടി സോഷ്യോളജിയും പഠിക്കും, ഇംഗ്ലീഷും പഠിക്കും, അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജും പഠിക്കും. അപ്പോൾ അങ്ങനെ സിസ്റ്റം ആ ഒരു രീതിയിലേക്ക് വന്നു എന്ന് വേണേൽ പറയാം. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ രീതിയാണ്. കാരണം ഇങ്ങനെ കട്ടാൻ റൈറ്റായിട്ട് ഈ ഒരു സബ്ജക്റ്റ് മാത്രമേ പഠിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പഠിച്ച് അത് മാത്രമേ മുന്നോട്ട് പോകുന്നു, അങ്ങനെ നമുക്ക് പറയത്തില്ല. ഇപ്പോൾ ഹയർ സ്റ്റഡീസ്, ഇപ്പോൾ ഫിസിക്സ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് അവന് BTechന് ശേഷം ഫിസിക്സിലേക്ക് വരാം. ഇനി അവൻ ഡിഗ്രി ഫിസിക്സാണ് പഠിച്ചത്, ഇനി അവന് MTech എടുക്കണോ, MTechലേക്ക് വരാം. ഗേറ്റ് എഴുതി ഈ BSc പഠിച്ച കുട്ടിക്ക് MTechലേക്ക് വരാം. ഇനി ഫിസിക്സാണ് പഠിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് വേറെ ഏത് മേഖലയിലേക്കും പോകാനുള്ള അവസരങ്ങളുണ്ട്. അവന് ക്ലൈമാറ്റിക് ചേഞ്ചായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫിസിക്സായിട്ട് അങ്ങനെയൊക്കെ മേഖലകളിലേക്കൊക്കെ. അപ്പോൾ അത് ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. അതിപ്പോൾ ഇപ്പം മൾട്ടി ഡിസിപ്ലിനറി ആയി. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഗൂഗിൾ പോലെയുള്ള വലിയ ടെക് ഫീമന്മാരെ ശ്രദ്ധിച്ചാൽ അവരിപ്പം ലാംഗ്വേജ് പീപ്പിൾസിനെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, NLP വേണം നടക്കുന്നു. അതുപോലെ തന്നെ ഹിസ്റ്ററി ആളുകളെ വേണം, സോഷ്യോളജിസ്റ്റുകളെ ആവശ്യപ്പെടുന്നുണ്ട്, സോഷ്യൽ വർക്ക് പീപ്പിൾസിനെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ധാരണ IT കമ്പനിയിൽ IT എൻജിനീയേഴ്സാണ് വേണ്ടതെന്നാണ്. പക്ഷേ അതിൽ നിന്ന് മാറി എല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാ തരത്തിലുള്ള കമ്പനികളിലും ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ നമുക്ക് നമ്മുടെ വേൾഡ് ഇക്കണോമിക് ഫോറം ആവശ്യപ്പെടുന്ന ഈ പ്രധാനപ്പെട്ട സ്കിൽസ് അത് ഉള്ള ആളുകൾക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ അനലിറ്റിക്കൽ തിങ്കിങ്ങും റെസീലിയൻസും അജിലിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി
ആ രീതിയിലുള്ള എമ്പതി ഇങ്ങനെയുള്ള സ്കില്ലുകളാണ് ശ്രദ്ധിക്കുന്നത് നമുക്കുള്ള. കാരണം നമുക്ക് ഇപ്പോൾ എയുടെ കാലഘട്ടത്തിൽ നമുക്ക് അറിവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എവിടെ എങ്ങനെ എപ്പോൾ നമ്മുടെ ഡൊമൈൻ മേഖലയിൽ നമ്മൾ എന്ത് പഠിച്ചോ ആ മേഖലയിൽ എവിടെ എങ്ങനെ എപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സ്കിൽ സെറ്റ് വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒരു ബാങ്കിങ് സെക്ടറിലോട്ടൊക്കെ ഒരു ആഗ്രഹമുള്ളൊരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു വഴിയുണ്ട് അല്ലേ. ഒരു BCom എടുത്ത് പോവുക എന്നൊക്കെയുള്ളൊരു രീതിയുണ്ട്. ഇപ്പം അതുപോലെ തന്നെ LLB അങ്ങനെയുള്ള മറ്റ് ചെറിയ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവനെ അറിയാം ഇന്ന രീതിയാണ്, ഒന്നെങ്കിൽ എൻ്റെ പാരമ്പര്യമായിട്ട് ഇന്ന വർക്കിലാണ്, അപ്പം ആ രീതിയിൽ തന്നെ പോകണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്കിലൊക്കെ നല്ലൊരു ജോലി ഉണ്ടാവണം. അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികൾക്കും ഇപ്പം അതിൻ്റെ സാധ്യതകളുണ്ടോ? ഒരിക്കലും അങ്ങനെ ഇനി ചെയ്യരുതെന്നാണ് നമുക്ക്. കാരണം ഇപ്പോൾ ലോയൊക്കെ കംപ്ലീറ്റ് മാറി. നമ്മുടെ ഈ ലോ കോളേജിലെ ഒരു സിലബസേ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറേ അല്ല ലോ സ്കൂളുകൾ. നാഷണൽ ലോ സ്കൂളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ലൈഫിന് വേണ്ടിയിട്ടുള്ള അവർക്ക് കിട്ടുന്ന ജോബുകളും കോർപ്പറേറ്റ് മേഖലയിലാണ്. നമ്മളൊരു പ്രാക്ടീസിങ് ലോയറായിട്ട് മാറാനുള്ള രീതിയിലല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം എൻ്റർലി നമുക്ക് അവിടെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കോർപ്പറേറ്റ് ലൈഫിനുള്ള രീതിയിലാണ് അവിടുത്തെ സ്ട്രക്ചർ എല്ലാം ഉള്ളത്. 5 ഇയർ പ്രോഗ്രാമുകളാണ് ലോ സ്കൂളുകളിലുള്ളത്. അതുപോലെ ഈ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചാണെങ്കിലും നമുക്കൊരിക്കലും അങ്ങനെയൊരു ജോബിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനാവില്ല. കാരണം ബാങ്കിങ് പല രീതിയിലുള്ള പല മേഖലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല ഉള്ളവരെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന മേഖലകളിലേക്ക് കൈയടക്കും. ഇതൊക്കെ ഒരു ഈ ടെല്ലറിൻ്റെയോ അല്ലെങ്കിൽ ക്ലർക്കിൻ്റെയോ ഒക്കെ ജോബെന്ന് പറയുന്നത് ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം റെപ്പറ്റേറ്റീവായിട്ടുള്ള ജോബാണ്. അതൊക്കെ ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ ലോവർ അല്ലെങ്കിൽ പ്രൈമറി ലെവലിൽ വരുന്നതാണ്. അതൊക്കെ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ജോബുകൾ നോക്കി ഒരിക്കലും നിൽക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് അത് ഒരു വയസ്സായിട്ട് ഡിസിഷൻ അല്ല. പേരൻസ് എങ്ങനെ ആണ് ഞാൻ മാനും ആ ഒരു മേഖലയിലേക്ക് പോകുന്നത്. അത് ലോ ആണെങ്കിൽ പോലും ഈ ഒരു കാലം നല്ല ലോ സ്കൂളിൽ ലോ പഠിക്കണമെങ്കിൽ ലോ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വാങ്ങുന്നതിന് വേണ്ടി ക്ലാറ്റോ അങ്ങനെയുള്ള എക്സാമുകൾ എഴുതി ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യപ്പെടുന്നതിൽ സ്ഥാപനങ്ങൾക്കുള്ള പങ്ക് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എയിംസ് ആണെങ്കിലും ജിപ്മർ ആണെങ്കിലും അതല്ല ബിറ്റ്സ് പോലെയാണെങ്കിലും IITകളാണെങ്കിലും NIT, IIIT, IISc ബാംഗ്ലൂർ, നൈസർ, നമുക്ക് ഇന്ത്യയിൽ തന്നെ ധാരാളം ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഒരു വിദ്യാർത്ഥിയെ മോൾഡ് ചെയ്യപ്പെടുന്നു? ഒരു സ്ഥാപനത്തിന് പ്രാധാന്യം സ്ഥാപനത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. കാരണം ഈ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സ് കഴിഞ്ഞ് വരുന്നൊരു കുട്ടി അവനെ സംബന്ധിച്ച് അവന് ഒരു കരിയറിലേക്കുള്ള ഓറിയൻറ്റേഷൻ കൊടുക്കേണ്ട അവൻ ഫസ്റ്റ് ഡിഗ്രി ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് പിയർ ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പാണ് അവനെ മോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും സ്ഥാപനമെന്ന് പറയുമ്പോൾ അതാണ് ഒന്നാമത് വരുന്നത്. എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ആവറേജ് ആകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വളരെ ഉയർന്ന കപ്പാസിറ്റിയുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ആവറേജ് ആകുക എന്ന് പറഞ്ഞാൽ, കാരണം ആവറേജ് ആയെങ്കിലേ ഗ്രൂപ്പിൽ നമുക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് ഉയർന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകളൊക്കെ അതിനനുസരിച്ച് ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ അവിടെയുള്ള അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകും. പ്രൊഫസേഴ്സ്, ഫാക്കൽറ്റീസ് അവരൊക്കെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ ഡീലിങ്സൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുവഴി നമുക്കൊരു ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പൊക്കെ നമുക്കുണ്ടാകാം. ചില യൂണിവേഴ്സിറ്റികളുമായിട്ടും അവിടുത്തെ ഡീൻസ്, പ്രൊഫസേഴ്സൊക്കെ ആയിട്ട് നമുക്ക് സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഫെസിലിറ്റീസ് ഉച്ചവരെയൊക്കെ അവിടെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഓൺട്രപ്രണേഴ്സ് നമ്മുടെ ക്യാമ്പസിൽ വരുന്നു. ഓരോ മേഖലയെക്കുറിച്ച് ഉള്ള ഡിസ്കഷൻസ് നടക്കുന്നു, സെമിനാറുകൾ നടക്കുന്നു, അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, തിയേറ്റർ, ആർട്സ്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെയെല്ലാം നമുക്ക് കുട്ടികൾക്ക് അവർക്ക് ലീഡർഷിപ്പ് എടുക്കാനുള്ള അവസരം കിട്ടും. അവർക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ടാകും. പിന്നെ ടെക് ഫെസ്റ്റുകളൊക്കെ വരും. അതുപോലെ മറ്റ് മേഖലകളിലുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ക്യാമ്പസിൽ വരുന്നു. അപ്പോൾ ചില കമ്പനികളുമായിട്ടൊക്കെ ഒരു ബന്ധം അവർക്കവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ്. പിന്നെ ഹോസ്റ്റലുകൾ തമ്മിൽ ഹാക്കത്തോൺസൊക്കെ ഉണ്ടാകും, ഇൻ്റർ ഹോസ്റ്റൽ. അതുതന്നെയല്ല അവരൊരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഒരു റൂമിലൊക്കെ ഡിഫറെൻറ്റ് ബ്രാഞ്ച്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജൊക്കെയാണ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലുള്ള കുട്ടികളാകും. അപ്പോൾ അവർക്ക് ആ ബ്രാഞ്ചുകളുടെ പ്രത്യേകതകളും തന്നെ അവർക്ക് അത് തന്നെയല്ല, ഇനി പിന്നീട് ഇവർ ഒക്കെ ചേർന്നായിരിക്കും
ഒരു ഓൺടർപ്രണർഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള, കാരണം ആ ഒരു ഗ്രൂപ്പ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവിടെയുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ്. അത് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. 3 അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് അവിടെ നമ്മൾ അക്കാഡമിക്കലി അല്ലെങ്കിൽ നമ്മുടെ CGPAയെക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിപ്പെടാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എയിംസിൽ പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ IIT പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെ NIT പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ കരിയർ മുഴുവൻ നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് സമ്മർദ്ദത്തിലോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയോട് സാറിന് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഒരു രക്ഷിതാവിനോട്, എൻ്റെ മോൾ ഇന്നടത്ത് പഠിച്ചില്ല എങ്കിൽ അവൾക്ക് അതൊരു നീതികേടാവുമെന്ന് തോന്നുന്ന ഒരു രക്ഷിതാവിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒരെണ്ണം ഉദാഹരണം എടുത്ത്, ഇപ്പോൾ എയിംസ് ഉണ്ട്, ഐസറിൽ ഒരു കുട്ടി അഡ്മിഷൻ, അവൻ റിസർച്ചാണ് ഇഷ്ടം, +2 കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷേ കുട്ടി ചെയ്യേണ്ടത് അവന് വീണ്ടും സാധ്യതകൾ നിലനിൽക്കുകയാണ്. അത് ഈ ഐസർ മാത്രമല്ല, എയിംസൊക്കെ ആണെങ്കിലും എല്ലാം, ഇപ്പം IITകളൊക്കെ ആണെങ്കിലും ഈ ഒരു സാധ്യത നിലനിൽക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് +2 കഴിഞ്ഞ് ഐസർ കിട്ടുന്നതിലും സാധ്യതയാണ് നമുക്ക് ഡിഗ്രിക്ക് ശേഷം ജാം എഴുതി ഐസറിൽ നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് MSCയും കൂടെ ആകുന്നുണ്ട്. MSCയും അതുപോലെ തന്നെ PhD 3 വർഷം കൊണ്ട് PhDയും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഒരു കുട്ടി +2 കഴിയുമ്പോൾ അവന് പോയി 2 വർഷം അതിനകത്ത് ബേസിക് സയൻസ് ഒക്കെ പഠിച്ചിട്ട് ആണ് 5 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നത്. അതിലും അവന് ആ സബ്ജക്റ്റ് ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ അവനെ സംബന്ധിച്ചോളം +2 കിട്ടാത്തതാണ് നല്ലത്, +2 കഴിയുമ്പോൾ കിട്ടാത്തതാണ് നല്ലത്, ഡിഗ്രി കഴിഞ്ഞ് കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ എല്ലായിടത്തും ഈ നല്ല സ്ഥാപനങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഉള്ളതാണ്. അവിടെ ഈ ഹയർ ലെവൽ, അതായത് റിസർച്ചും മാസ്റ്റേഴ്സിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ നല്ല രീതിയിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമും റിസർച്ച് പ്രോഗ്രാമും നടക്കുന്നുണ്ട്. അതിനെല്ലാം വീണ്ടും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അടുത്ത ലെവലിൽ. ആ എക്സാമുകൾ ഇപ്പോൾ IITs ആണെങ്കിൽ ഗേറ്റ് സ്കോർ എഴുതിയ സ്കോർ വെച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നവരത്ന മഹാരത്ന കമ്പനികളൊക്കെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നത്, ജോബ് പോലും കിട്ടുന്നുണ്ട്. ആ ഗേറ്റ് സ്കോർ ബേസിൽ അവർക്ക് IITകളിലേക്ക് പോകാം, MTechലേക്ക് പോകാനുള്ള അവസരമുണ്ട്. കാരണം അതിനാണ് ഈ BTechന് കിട്ടുന്നതിൽ സാധ്യത കൂടുതലാണ് MTechന് IITകളിൽ അഡ്മിഷൻ കിട്ടാൻ. അപ്പോൾ അത് കണ്ട് തീർച്ചയായിട്ടും അങ്ങനെ കിട്ടിയ കുട്ടികളുണ്ട്, വളരെ സക്സസ്ഫുള്ളായിട്ട് ഉള്ള കുട്ടികളുണ്ട് അങ്ങനെ പോയവർ. സാധാരണ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ, വളരെ നമ്മൾ പറയുന്ന തീരെ സാധാരണ കോളേജുകളിൽ BTech ഒക്കെ ചെയ്തിട്ട് ബോംബെ IITയിൽ പല കുട്ടികളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അങ്ങനെ സക്സസ് ആയ കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവണ്ട. അത് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ഉത്തരം തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം +2 കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു കോഴ്സോ, അല്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ MBBS കിട്ടിയില്ല, അല്ലെങ്കിൽ റിസർച്ചിന് കിട്ടിയില്ല എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്താണ് PG ലെവലിലും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ലെവലിലൊക്കെ ഏത് പ്രായത്തിലും നമുക്ക് ഇങ്ങനെ, ഇപ്പോൾ IISc ബാംഗ്ലൂരിലാണെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് അവിടെ റിസർച്ച് ചെയ്യാം, ഇപ്പം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം അത് തീർച്ചയായിട്ടും സാറിന് ഏറ്റവും നല്ലൊരു ഉത്തരം തന്നെയാണ്. കാരണം +2വിന് ശേഷം കിട്ടിയില്ലെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം പഠിച്ചതിന് ശേഷവും എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ള മനസ്സിലാക്കുകയും ചെയ്യണം. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം ബെർലിനെ സംബന്ധിച്ച് നിൽക്കുകയാണെങ്കിൽ +2വിന് ശേഷം 1 വർഷം അവന് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നൊക്കെ കേൾക്കുന്ന കാര്യമാണ്, 1 വർഷം നിൻ്റെ വേസ്റ്റ് ആകുകയല്ലേ എന്നുള്ളത്. ഒരു 17-18 വിദ്യാർത്ഥി ഒന്ന് ചിന്തിക്കുന്നത് ശരിയാണ്, ഞാൻ 1 വർഷം വേസ്റ്റ് ആക്കുകയാണെന്ന്. പക്ഷേ ഒരു 50-ലെത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും അന്നൊരു വർഷം കളഞ്ഞതിനേക്കാളൊക്കെ 10,000 മടങ്ങ് ഇരട്ടി ആയിരിക്കും അവന് കിട്ടുന്ന ഒരു സക്സസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ആ ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടൊരു നല്ല സ്ഥാപനത്തിലെത്താൻ പറ്റിയാൽ +2വിന് ശേഷം ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടാനായിട്ട് 1 വർഷം മാറ്റി വെക്കുന്നതിനെക്കുറിച്ച് സാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? 1 വർഷം മാറ്റിവെക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് 2 രീതിയിൽ നമ്മളതിനെ പരിഗണിക്കണം. ഒന്ന്, നമ്മൾ ആ ഒരു പ്രോഗ്രാം, ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിലേക്ക് ഞാൻ എത്തിപ്പെടും, അല്ലെങ്കിൽ അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇതിന് മുൻപിൽ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്കത് സാധിച്ചില്ല എന്ന് കൃത്യമായിട്ട് അതൊരു അനാലിസിസൊക്കെ നടത്തി അന്നേരം എനിക്ക് വന്ന പാളിച്ചകളൊക്കെ ഞാൻ റെക്ടിഫൈ ചെയ്യും, അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും എനിക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു പ്ലാനിങ് സ്വന്തമായിട്ട് നടത്തി വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവനൊരു പൊട്ടൻഷ്യലൊക്കെ ഉണ്ടാവണം. അവന് അതിനുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസിനെ സംബന്ധിച്ചും ഒക്കെ കുട്ടിക്കൊരു ഉണ്ടായിരിക്കണം, ഏത് ലെവലിലുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം ഒരു IIT ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ
അവന് 12ലെയും അല്ലെങ്കിൽ 10th മാർക്സൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എങ്ങനെയോ കുറേ മാർക്ക് കിട്ടി. അപ്പോൾ ആരോ പറഞ്ഞു നീ റിപ്പീറ്റ് ചെയ്താൽ നിനക്ക് കൂടുതൽ കിട്ടും എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും ആ ഒരു മേഖലയിലേക്ക് കടക്കല്ല. അതുപോലെ നമുക്ക് കൃത്യമായൊരു ഉദ്ദേശമുണ്ട് എന്തിനാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കേരളത്തിലെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ആവറേജ് സ്കോർ എനിക്കുണ്ട്. അതെനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ശ്രമമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യമായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൂടുതൽ തിയറി കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും എനിക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സ്കോർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ എക്സാമിന് വന്ന പ്രോബ്ലംസ് എന്താണെന്ന് എനിക്കറിയാം. കാരണം ആ കുറേ ഏരിയകളിൽ എനിക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. കോൺസെപ്റ്റുകൾ എനിക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കും അവസരമുണ്ട്. എനിക്ക് ആ രീതിയിലുള്ള ഒരു ബാക്കപ്പ് എനിക്കുണ്ട് താൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ ഒരു കോളേജ് അല്ല എന്നും പകരം IIT അല്ലെങ്കിൽ ഒരു ടോപ്പ് NIT എങ്കിലും ആയിരിക്കും എന്ന് ഉറപ്പിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ റിപ്പീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ല കേരളത്തിലെ ഒരു കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടും, ഈ കോളേജിൽ എനിക്ക് വേറെ ഇച്ചിരൂടെ നല്ലൊരു കോളേജ് തൊട്ട് ഒരു 1-2 ലെവല് ഇപ്പോൾ നമ്മളൊരു റാങ്കിങ് സിസ്റ്റം കേരളത്തിലുണ്ടല്ലോ, KRF പോലെയൊക്കെ, ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന 2 കോളേജ് കിട്ടിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, എന്നാൽ ഒന്ന് നോക്കിയേക്കാം. ആ ഒരു രീതിയിലേക്ക് പോകല്ല. കാരണം 1 ഇയർ നമുക്ക് നഷ്ടം വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ ആണെങ്കിൽ അത് പേരൻസിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ ചോദിക്കണം. കുട്ടിയെ പഠിപ്പിച്ച ടീച്ചേഴ്സിനറിയാം ഈ സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിച്ച കുട്ടി ഏത് ലെവലിൽ നിൽക്കുന്നു, അവരുമായിട്ടൊക്കെ ചോദിച്ച് വേണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ പോകുന്നു ആ കൂട്ടുകാരൊക്കെ റിപ്പീറ്റ് ചെയ്യാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ, അല്ലാത്തവർ അത് ചെയ്യരുതെന്നും തന്നെ പറയാൻ പറ്റുമോ. തീർച്ചയായിട്ടും. ഇപ്പം മെഡിക്കൽ മേഖലയിലോട്ടൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവിടെ നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കോഴ്സുകളുടെ വളരെ സെലക്റ്റീവായിട്ടുള്ള കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അവിടെ എടുക്കുമ്പോൾ നമുക്ക് +2-ന് ശേഷമുള്ള മറ്റ് ധാരാളം എൻട്രൻസുകൾ, ഇപ്പം ഐസർ ആണെങ്കിലും CUET ആണെങ്കിലും എൻജിനീയറിങ്ങിൻ്റെ സെക്ഷനൊക്കെ ആണെങ്കിലും ഒരു പ്ലാൻ B, പ്ലാൻ C, പ്ലാൻ D ഒക്കെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും പ്ലാൻ എയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പ്ലാൻ എ ഏറ്റവും കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു മേഖലയായിരിക്കും. ഒരു പക്ഷേ അവിടെ എത്താൻ സാധിച്ചില്ല എങ്കിൽ പ്ലാൻ B, പ്ലാൻ C, പ്ലാൻ ബിയിലൊക്കെ കുട്ടികളെത്താൻ സാധിക്കുന്നുണ്ട്. ഇല്ല പ്ലാൻ C എങ്കിലും വേണം. കാരണം നമുക്ക് എന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാൻ തന്നെ ആയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോവില്ല, പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്ലാൻ എ എന്നുള്ളത് ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ. നമ്മൾ പ്ലാൻ ബിയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ബിയിൽ എക്സിസ്റ്റ് ചെയ്യാം. ജീവിതത്തിൽ നമുക്ക് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് പറയാനാവില്ലല്ലോ. അപ്പോൾ അതിന് തൊട്ട് താഴെയാണെങ്കിൽ നമുക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു തലത്തിൽ ആയിരിക്കണം പ്ലാൻ ബി. അപ്പോൾ ആ രീതി തീർച്ചയായിട്ടും +2-ന് ശേഷം അങ്ങനെ ധാരാളം പ്രവേശന പരീക്ഷകളും നിലവിൽ ഒരുപാട് പ്രവേശന പരീക്ഷകൾ. ഇപ്പം പറഞ്ഞാൽ എല്ലാ മേഖലയും +2-ന് ശേഷം, നേരത്തെ ഒന്നും മാനേജ്മെൻറ്റ് ലോയിലൊന്നും +2-ന് ശേഷം ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാ സമസ്ത മേഖലകളിലും +2-ന് ശേഷം എടുക്കാറായി. കാരണം നേരത്തെ തന്നെ ആ ഒരു മേഖലയ്ക്കുള്ള ഓറിയൻറ്റേഷൻ കൊടുത്ത് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔട്ട്കം അവിടെ ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് എല്ലാ മേഖലയിലേക്കുമായിട്ടുണ്ട്. അപ്പം അത് തിരഞ്ഞെടുക്കുന്നതും ഏറ്റവും പ്രധാനം തന്നെയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യണം. +2-ന് ശേഷം ഇനി എന്ത് എന്നുള്ളത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നാം ചിന്തിക്കാതിരുന്ന കുറേ അധികം കാര്യങ്ങളാണ് ജോബി സാറ് ഇന്ന് നമ്മളുമായിട്ട് സംസാരിച്ചത്. എന്തായിരുന്നു പ്രാധാന്യം, എന്തിനൊക്കെ ആയിരുന്നു പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കേൾക്കേണ്ടിയിരുന്ന 1-2 കാര്യങ്ങൾ നിർബന്ധമായുമുണ്ട്. ഇത് മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ +2-ന് ശേഷമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു പരിധി വരെ എങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ കുട്ടികളെ വഴി കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും 2026 കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരു ഗ്രാജുവേഷൻ ചെയ്യാനുള്ള നിരവധി സാധ്യതകൾ, നിരവധി സ്ഥാപനങ്ങൾ, നിരവധി പ്രോഗ്രാമുകൾ ഉണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ലെവലിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലോട്ട് നമുക്ക് കടന്നു ചെല്ലാനും ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കും. അപ്പോൾ തിരഞ്ഞെടുപ്പ് അത് നിങ്ങളുടെ കയ്യിലാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതുണ്ടാവുകയും ചെയ്യട്ടെ. വീണ്ടും കാണാം സാർ. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.